ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു മത്തൻ വരികത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനിതാ പഴുത്ത മത്തൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കഴുകിയെടുക്കട്ടെ. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു തേങ്ങ വേണം, അതുപോലെ പാകത്തിന് ഉപ്പ്, GS ആണ് കേട്ടോ ഇത്, അരക്കപ്പ്, പിന്നെ ഏലക്കായും ചെറിയ ജീരകവും പൊടിച്ചത്, ശർക്കര മെൽറ്റ് ചെയ്തത്, പിന്നെ ഇത് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളവും വേണം കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം. ഇനി ഞാനൊരു കുക്കർ എടുത്തു, അതിലേക്ക് ഈ മത്തനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അരിയും ഇതിൽ ചേർത്ത് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അതും ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു അരക്കപ്പ് അരി എടുത്തിട്ടുള്ളൂ, കൂടുതൽ വേണ്ട. അരി കൂടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ടതില്ല. ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഒരു 2 വിസിലടുപ്പിക്കാം. ഏകദേശം ഒരു 2 വിസിലാകുമ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും കേട്ടോ. ഈ ചോറും ഈ മത്തനും വെന്തോളും. ഇത് കൂടുതൽ പണിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ ഇത് ഏകദേശം 2 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തീ ഓഫാക്കിയതിന് ശേഷം നോക്കാം, അത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചരുവി വെച്ച തേങ്ങ ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു തേങ്ങയാണ് എടുത്തത്. തേങ്ങ ഓരോരുത്തരുടെ ആവശ്യത്തിന് എടുക്കാം, ചിലർക്ക് കുറച്ച് മതിയാവും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഐറ്റംസിലൊക്കെ കുറച്ച് കൂടുതൽ തേങ്ങ ഇടുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇതിലൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ മുഴുവനും ഇട്ടില്ലായിരുന്നു കേട്ടോ തേങ്ങ. ഇനി ഇതിലേക്ക് ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകമാണ്. ഇനി ഇതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മത്തൻ ചേർത്ത് കൊടുക്കാം. ഇത് വേകുമ്പോൾ തന്നെ നല്ലോണം ഉടയും, എന്നാലും ഒന്നും കൂടി നന്നായിട്ട് ഉടയ്ക്കുക. മധുരമൊക്കെ ഓരോരുത്തരെ പാകത്തിന് ചേർക്കുക കേട്ടോ. എനിക്കിതിൽ ശർക്കര കുറച്ച് കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് അരിപ്പൊടി ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടൈറ്റിൽ നിൽക്കും. ഈ അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് കൂവപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നുള്ളൂ കേട്ടോ. അതൊന്നും കൂടി ടേസ്റ്റ് ആവും. ഇപ്പോൾ ഇവിടെ കൂവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അവസാനം കുറച്ച് നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1 സ്പൂണ് നെയ്യാണ് ചേർക്കുന്നത്. നെയ്യൊക്കെ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. അങ്ങനെ ഇത് 1 സ്പൂൺ നെയ്യൂടെ ചേർത്താൽ ഇത് റെഡിയാകും കേട്ടോ. അങ്ങനെ മത്തൻ വരികത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി തീ ഓഫാക്കാം.
ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ കാണുന്നവർ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം എൻ്റെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. നെക്സ്റ്റ്.